ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച പുതുതായിട്ട് തിയേറ്ററിലെത്തിയതും നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററിലെ ബാലൻ എന്ന സിനിമ തന്നെയാണ് ഇതിൽ ആദ്യത്തേത്. ചിദംബരം സംവിധാനം ചെയ്ത് ഹെവി പോസിറ്റീവ് പറയാൻ നേരിടുത്ത ഈ സിനിമ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടി 58 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 19 കോടി 99 ലക്ഷം രൂപയാണ്. വിദേശത്ത് 12 കോടി 30 ലക്ഷം ഉൾപ്പെടെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 32 കോടി 29 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 16-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 16 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 16 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 33 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗാട്ടാ കുസ്തി 2. ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, യോഗി ബാബു, കരുണാസ്, രമ്യാകൃഷ്ണൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 13 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 2 കോടി 79 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ ഗ്രോസായി 3 കോടി 16 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തത് 4 കോടി 3 ലക്ഷം രൂപയുമാണ്. എന്നാൽ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ തമിഴ്നാട്ടിൽ മികച്ച കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6-7 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 11 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ ട്രെൻഡിംഗ് നേടിയെടുത്ത് മുന്നോട്ട് വന്ന ബോളിവുഡ് സിനിമയാണ് ആൽഫ. ഷിവറാബയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 11 കോടി 48 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ നേടിയെടുത്തത് 16 കോടി 29 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റർ പ്രകാരം ഇന്നലെ ലോകമെമ്പാടുമായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 17 കോടി 42 ലക്ഷം രൂപയാണ്. ഇനി രണ്ടാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് 14,000 15,000 ടിക്കറ്റാണ് ബുക്ക് മൈ ഷോ വഴി മണിക്കൂറിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 37 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ നാഗബന്ധം എന്ന തെലുങ്ക് സിനിമയുടെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ 1 കോടി 79 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ കളക്ട് ചെയ്തത് 1 കോടി 30 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 43 ലക്ഷം, തമിഴ്നാട്ടിൽ 17,50,000, കേരളത്തിൽ 3,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 26 ലക്ഷം എന്നിങ്ങനെ 3 കോടി 99 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $78,000 അതായത് 74 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗായി സിനിമ നേടിയെടുത്തത് 4 കോടി 74 ലക്ഷം രൂപയാണ്. രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 4,500 5,000 ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 8-8.5 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 10 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂൺ 26 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. ചിത്രം 9-ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. കേരളത്തിൽ ഇന്നലെ വരെയുള്ള 8 ദിവസം കൊണ്ട് 19 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 8 ദിവസം കൊണ്ട് 117 കോടി 29 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തത് 27 കോടി 25 ലക്ഷം രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ ഈ സിനിമ 144 കോടി 54 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 80 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി ഇന്നലെ വരെ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 68 കോടി 22 ലക്ഷം രൂപയാണ്. കോക്ടെയിൽ 2-ന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 110 കോടി 78 ലക്ഷം രൂപയാണ്. വിദേശത്ത് 29 കോടി 25 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 140 കോടി 3 ലക്ഷം രൂപയാണ് സിനിമ 15 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. 150 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 75 കോടി രൂപയ്ക്കാണ്. നിലവിൽ 65 കോടി 10 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുമുണ്ട്. ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 143 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സാമന്ത നായികയായി ബി നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത മാ ഇന്ദി ബംഗാരം തിയേറ്ററിലെത്തിയിട്ട് 3-ാമത്തെ ശനിയാഴ്ച കൂടിയ 16 ദിവസമാണ് പിന്നിടുന്നത്. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 69 കോടി 67 ലക്ഷം രൂപയാണ്. വിദേശത്ത് 23 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 92 കോടി 87 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 12 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് തിയേറ്റർ ഷെയറായി ഇതുവരെ കിട്ടിയിരിക്കുന്നത് 43 കോടി 60 ലക്ഷം രൂപയാണ്. ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 16 ദിവസം പിന്നിടുമ്പോൾ 95 കോടിക്ക് മുകളിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. എം പത്മകുമാർ സംവിധാനം ചെയ്ത് ജൂൺ 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉയ്യർ. ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 8 ദിവസം കൊണ്ട് 1 കോടി 44 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 6 ലക്ഷം, തമിഴ്നാട്ടിൽ 1,70,000, മറ്റ് സംസ്ഥാനങ്ങളിൽ 80,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1 കോടി 48 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 10,40,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 8 ദിവസം കൊണ്ട് 1 കോടി 58 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് കേരള ഷെയറായി 66 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 73 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്.
ജൂൺ 26 തിയേറ്ററിലെത്തിയ കോൺസിറ്റി എന്ന തമിഴ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് 5,54,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 31 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 7,30,000 എന്നിങ്ങനെ 5,92,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. സിനിമ 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 6,69,00,000 രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.